ഏകദേശം ഇവിടെ ഒരു 10-12 കടകളും അതുപോലെ വീടുകളും അപ്പുറത്തൊരു 8 വീടുകളുണ്ട്. 20ഓളം വരുന്ന വീടുകൾ ഇവിടുന്ന് വീട് വിട്ട് പലായനം ചെയ്യുന്ന ഗതികേടിലേക്കാണ് വന്നിരിക്കുന്നത്. NHന്റെ അശാസ്ത്രീയമായിട്ടുള്ള ഈ നിർമ്മാണ പ്രവൃത്തിയിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടെയുള്ളത്. പൊക്കത്തു നിന്ന് വരുന്ന മേലൂർ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ വെള്ളവും കൂടി ഒരു പുഴയിൽ കൂടെ പോകുന്ന വെള്ളമാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടുവരുന്നത്. കാനയാണെങ്കിൽ കാനയുടെ നിർമ്മാണം വളരെ ഒരടി പോലും താഴ്ചയില്ലാത്ത കാന ഇപ്പോൾ അടിഞ്ഞു കൂടിക്കെടുക്കുകയാണ്. അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിരന്തരമായിട്ടുള്ള കാന യഥേഷ്ടം താഴ്ത്തി വെള്ളം സുഗമമായിട്ട് ഡിവൈൻ വഴി ചാലക്കുടി പുഴയിലേക്കോ മറ്റോ ഒഴുക്കി ഗതാഗതം സുഗമമാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് കളക്ടർ, MP, MLA, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി എല്ലാവരും സ്ഥലത്ത് എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ തൃപ്തികരമല്ല ഈ കാര്യത്തിൽ. ഇതിൻ്റെ സ്ലാബുകളെല്ലാം മാറ്റി ഇത് കാന സുഗമമായിട്ട് കാനയിൽ മണ്ണ് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. എടുത്തിട്ട് JCB വെച്ച് എടുത്തിട്ട് പോലും കിട്ടാത്ത സ്ഥിതിയിലാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾ കാണിക്കുന്ന പോലെ വിട്ടാൽ ഞങ്ങൾ ഇത് തുടർന്ന് ഇതിലേക്ക് പോകും. ശക്തമായ നിലപാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഫസ്റ്റ് മഴ പെയ്ത് വെള്ളം കയറിയപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും വന്നു. ഇപ്പോൾ ജക്സ് അടക്കം വന്ന വീഡിയോ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ വരുമ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ഗ്യാപ്പിൽ സ്ലാബ് ഒന്നിച്ച് അടിച്ച് വാർത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരേ മീറ്ററിന്റെ ഒരേ സ്ലാബുകൾ ഇട്ടിട്ടുണ്ട്. ആ സ്ലാബ് പൊക്കിയിട്ട് ഇപ്പോൾ ഒരു മണ്ണ് മാറ്റുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരല്ലേ. കാരണം ഈ 10 മീറ്റർ അടിച്ച് വാർത്തയാണ് സ്ലാബിന്റെ അടിയിൽ മണ്ണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ മണ്ണ് മാറ്റാൻ ഒരു സംവിധാനം ഇവിടെ ഇപ്പം നിലവിൽ കാണാനായിട്ട് കഴിയുന്നില്ല. ഇവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്തേക്കാണ്. ഇവിടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അവരെ ഞങ്ങളിപ്പോൾ ഇവിടെ തടഞ്ഞു വെച്ചേക്കാണ്. തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം കാണാതെ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന സ്ഥിതിയില്ല. അവർക്ക് വേണ്ട ഭക്ഷണം, വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊരു കാരണവശാലും ഈ മണ്ണ് മാറ്റുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ആളിറങ്ങി മണ്ണ് മാറ്റുന്നതാണ് അവർ പറഞ്ഞത്. ആകെ 2 അടി താഴ്ചയുള്ള ഈ ഡ്രെയിനിൽ എങ്ങനെ ആളിറങ്ങി മണ്ണ് മാറ്റുന്നുള്ള അവരൊന്ന് കാട്ടി തന്നാൽ മതി. അപ്പൊ അതൊക്കെ കാണിച്ച് തന്ന് ക്ലിയർ ചെയ്തിട്ടാണ് ഈ പറയുന്ന 5 പേര് ഇവിടെ ഉണ്ട്. 5 പേരെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് തയ്യാറാവുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ 6 മണി തൊട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാര്, അത് 2 പഞ്ചായത്തിലെ പ്രസിഡന്റ് മെമ്പർമാരാ തീരുമാനാക്കട്ടെ. നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? കളക്ടറാണ് പറഞ്ഞത്. കളക്ടർ ഇത് ക്ലീൻ ചെയ്ത് ഇന്ന് തന്നെ ഫോട്ടോ ഒരു പൊക്കിളി നിങ്ങൾ പറഞ്ഞു വിട്ടു. ആ സ്ലാബ് എടുത്ത് നോക്കി. ആ റോട്ടിൽ ഇട്ടിട്ട് പോയത് ആ പൊക്കിളി വിളിച്ച ആ സ്ലാബ് റോട്ടിൽ മാറ്റി. ഒരു ബൈക്കുകാരൻ രാത്രി അവിടെ തട്ടി വീഴാനോ? രാത്രി 12 മണിക്ക് 1 മണിക്ക് ആളുകൾ വിളിക്കാൻ പോലെ വിളിച്ചിട്ട് കുഞ്ഞു കൊച്ചങ്ങൾ കിടക്കാം. എല്ലാവർക്കും നല്ല നമസ്കാരം. മുരിങ്ങൂർ കോട്ടമുറി എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഇവിടുത്തെ വീട്ടുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രാത്രി ഒരു 10:30 കഴിയുമ്പോൾ ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു. 2018 പ്രളയബാധിതർക്ക് സംരക്ഷണം ഒരുക്കിയ വീടുകളിൽ ഇന്ന് വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഡാം തുറന്നു വിട്ടുകൊണ്ടല്ല, ഇവിടുത്തെ അശാസ്ത്രീയമായിട്ടുള്ള ഹൈവേ ഡ്രൈനേജ് നിർമ്മാണ രീതി കൊണ്ട് മാത്രം ഈ പ്രദേശത്തിന്റെ കിടപ്പോ ചെരിവോ ഒന്നും മനസ്സിലാക്കാതെ ഒരു ഡ്രൈനേജ് ഉണ്ടാക്കി. ആ ഡ്രൈനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ അതിന്റെ എവിടെയാണ് വെള്ളം അങ്ങോട്ടാ പോകണമെന്നുള്ളതിനെ പറ്റി ഇവർക്ക് തന്നെ ധാരണയില്ല. ഇറിഗേഷൻ കനാലിലേക്ക് വെള്ളം ചാടിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് സാധനം ചെയ്ത്. പക്ഷെ അവർ സമ്മതിച്ചില്ല. സംഗതി ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ മഴക്കാലത്തും ഇവിടെ വെള്ളം കയറുന്നു, കടകളിലേക്ക് വെള്ളം കയറുന്നു. രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ കുടുംബാംഗങ്ങൾ വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ വീടിന് മുന്നിൽ കാവലിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഇന്നിപ്പോൾ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യനും മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കനും അടക്കം അവിടുത്തെ കൊരട്ടിയിലെ വൈസ് പ്രസിഡന്റ് ജോബി, അതുപോലെ തന്നെ മേലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ AD സജി ഉൾപ്പെടെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് കാലത്ത് ഇവിടെ കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു. കളക്ടർ വന്നതിനെ തുടർന്ന് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യനും മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PO പോളിയും ചേർന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അതേ തുടർന്ന് കളക്ടർ കൃത്യമായിട്ട് ഇപ്പോൾ ഓർഡർ ഇട്ടിരിക്കുകയാണ്. ഈ ഡ്രൈനേജിന്റെ ഉള്ളിലെ മുഴുവനായിട്ടുള്ള മണ്ണ് മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോട്ടോ ഇട്ട് കൊടുക്കണമെന്നാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവര് ചെയ്യണമെന്നില്ല. ഇവര് ഈ 10 മീറ്റർ നീളമുള്ള ഈ പറയുന്ന ഈ കാനയുടെ ഈ ഡ്രൈനേജിന്റെ മുകളിൽ സ്ലാബ് ഇടയ്ക്കിടയ്ക്ക് സ്ലാബ് പൊളിച്ചു. സ്ലാബ് അങ്ങനെ പൊളിക്കാൻ പറ്റുള്ളൂ, മറ്റേത് ഒറ്റ സ്ലാബാണ്. ആ സ്ലാബിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള സ്ലാബ് മാറ്റിയിട്ട് അവിടുത്തെ മണ്ണ് മാത്രം കളഞ്ഞിരിക്കുകയാണ്. ബാക്കി ഈ നീളമുള്ള ഡ്രൈനേജിന്റെ ഒരു സൈഡിലെ മണ്ണ് മാറ്റിയിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കട്ടയ്ക്ക് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രശ്നം ഇന്ന് പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടുന്ന് പോകണ്ട. നിർമ്മാണ കമ്പനിയുടെ ആളുകൾ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട്, നിങ്ങൾ എല്ലാ തവണയും തമാശ കളിക്കുന്ന പരിപാടിയല്ല. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PO പോളിയും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യനും ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സംഭവം, ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടെ കിടക്കും. ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അഭ്യാസ പ്രകടനം കാണിക്കണ്ട. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഡ്രൈനേജിന്റെ ഉള്ളിൽ ഇവര് ഇറങ്ങി മണ്ണ് മാറ്റുന്നതാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് മണ്ണ് മാറ്റാൻ പറ്റുന്നത്? മണ്ണ് മാറ്റാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, മേലൂർ കൊരട്ടി പഞ്ചായത്ത് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ
ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിർമ്മാണ കമ്പനിയോട് കട്ടായം പറഞ്ഞിരിക്കുകയാണ് പ്രശ്നം പരിഹരിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇവരിവിടെ വരുന്ന ഉരുണ്ട് കളിക്കണം. ഇത് ഇവിടുത്തെ വീടുകളെ ബാധിക്കുന്ന പ്രശ്നം മാത്രമല്ല, ഇതിലൂടെ പോകുന്ന യാത്രക്കാരെ ഉൾപ്പെടെ എല്ലാവരും ബാധിക്കുന്ന സംഭവം. ഇവരുടെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, ഈ വക ആളുകളെ പറ്റിക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഈ ഡ്രൈനേജിന്റെ മുഴുവൻ സ്ലാബുകളും മാറ്റി ഇവിടുത്തെ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.